കൽപ്പറ്റയിലെ ഗ്രാമീൺ ബാങ്കിൻ്റെ മുന്നിലുള്ള പ്രതിഷേധം തുടരുകയാണ്. ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഭാരവാഹികളും ഒപ്പം പ്രതിനിധികളും ഒക്കെ അവിടെയുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത പണത്തിൽ നിന്ന് ലോണിൻ്റെ തിരിച്ചടവ് കൈയിട്ട് വാരിയിരിക്കുകയാണ് ഗ്രാമീൺ ബാങ്ക്. നാണക്കേടാണെന്ന് നമുക്ക് പറയാനുള്ളൂ. ഒറ്റ വാക്കിൽ നാണക്കേട്. രണ്ടാമത്തത് അന്യായം, മൂന്നാമത്തത് അനീതി. ഇതാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും അതിൽ യുവജനങ്ങളുടെ പ്രതിഷേധത്തിൽ കാര്യമുണ്ട്. സാനിയോ മനോമി തത്സമയം വിവരങ്ങൾ നൽകുന്നുണ്ട് കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിന് മുന്നിൽ നിന്നും. സാനിയോ, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് ഈ പണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഉടൻ തിരിച്ചിട്ട് കൊടുക്കുമെന്നാണോ? അങ്ങനെ അക്കൗണ്ടിലേക്ക് പണം തിരിച്ചിട്ട് കൊടുക്കുന്നതുവരെ, പിടിച്ച പണം തിരിച്ചിട്ട് കൊടുക്കുന്നതുവരെ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും സമരം തുടരുമോ? അങ്ങനെ തന്നെയാണ് നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അരുൺ. അതായത് ഞാനിപ്പോൾ ഈ പണം പിടിച്ച ഒരാളുമായി സംസാരിച്ചു. അദ്ദേഹം ബാങ്ക് മാനേജറുമായി സംസാരിച്ചപ്പോൾ ഈ പണം ഉടൻ തന്നെ തിരിച്ചിട്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പ്രതികരണം ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ബാങ്ക് അധികൃതർ ഇതൊരു സമവായത്തിലേക്ക് എത്തിക്കുകയാണെന്ന് വേണം പറയാൻ. കാരണം യൂത്ത് കോൺഗ്രസും അതുപോലെ ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധം അങ്ങേയറ്റം ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിലേക്ക് എത്താമെന്ന് ബാങ്കും കരുതിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതുവരെയും, അതായത് ഈ പണം തിരിച്ചിട്ട് കൊടുക്കുന്നവരെയും സമരമെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് പണം തിരിച്ചിട്ട് കൊടുക്കാമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. ആ പണം തിരിച്ചിട്ട് കൊടുക്കുന്നവരെയും നമ്മൾ സമരം തുടരും. അങ്ങനെയാണോ? തീർച്ചയായിട്ടും പണം തിരിച്ചിടുന്നത് വരെ നമ്മൾ സമരം തുടരും. അതോടൊപ്പം തന്നെ പണം തിരിച്ചിട്ടാൽ മാത്രം പോരാ, ഇത് കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലപാടാണ് ഗ്രാമീൺ ബാങ്കിന്റെ ഭാഗത്തുണ്ടായത്. മറ്റ് ബാങ്കുകൾക്ക് പോലും അങ്ങനെ ഇനി തോന്നാത്ത രൂപത്തിലുള്ളൊരു പാഠമായി ഇത് മാറണം. ആ നിലയിൽ കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കേരളീയ സമൂഹത്തോട് മാപ്പ് കൂടെ ഇവർ പറയാൻ വേണ്ടി തയ്യാറാക്കണം. പണം തിരിച്ചിട്ടാൽ മാത്രം പോരാ, പണം തിരിച്ച് അക്കൗണ്ടിൽ കയറി ഒന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഡിവൈഎഫ്ഐ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരവും അതേസമയം നടക്കുന്നുണ്ട്. അതായത് അവരുടെയും ആവശ്യം ഇത് തന്നെയാണ്. പണം തിരിച്ചിടുന്നത് വരെയും ഒരു സമരം തുടരുമെന്നാണ് പറയുന്നത്. ഡിവൈഎഫ്ഐ 3 ഗേറ്റുകളാണ് ഉപരോധിക്കുന്നത്. ഗ്രാമീൺ ബാങ്കിന് 3 ഗേറ്റുകളാണുള്ളത്. ആ 3 ഗേറ്റുകളും ഡിവൈഎഫ്ഐ ഉപരോധിക്കുകയാണ്. ഒരു ഗേറ്റ് യൂത്ത് കോൺഗ്രസും ഉപരോധിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. അവർക്ക് എന്താണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പൈസ തിരിച്ചിട്ട് കൊടുക്കാം എന്നാണ്. നമ്മുടെ സമരം തിരിച്ചിടുന്നത് വരെയും തുടരുമോ? തീർച്ചയായും പൈസ തിരിച്ചിടുക എന്നത് മാത്രമല്ല, കൃത്യമായിട്ട് അവരെ ഈ ബന്ധപ്പെട്ട ലോണുകളെല്ലാം വാഷ് ഔട്ട് ചെയ്യണം. പാവപ്പെട്ട ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ക്യാമ്പിൽ കഴിയുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നാളെ എന്ത് എന്നുള്ള ചിന്ത പോലും അസ്തമിച്ചിരിക്കുന്ന ആളുകളാണ്. ആ അസ്തമിച്ചിരിക്കുന്ന ആളുകളെ ഇത്തരത്തിൽ നാഷണലൈസ്ഡ് ബാങ്കാണ്, കേവലം ഇവിടെയുള്ള ലോക്കൽ ബാങ്കുകളല്ല, നാഷണലൈസ്ഡ് ബാങ്കുകൾ ഇത്തരത്തിലുള്ള ചൂഷണം ചെയ്യുമ്പോൾ അത് ഇനി ഏതറ്റം വരെയും സമരത്തിന്റെ ഭാവം മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ കൃത്യമായിട്ട് ഈ പണം തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക്, ഈ പറയപ്പെടുന്ന ആളുകൾ അക്കൗണ്ടിലേക്ക് വരുന്നത് വരെ ഈ പോരാട്ടം തുടരും. അതായത് മാപ്പ് പറയാൻ തയ്യാറാവണമെന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത്. കാരണം ഇത് പൊതുസമൂഹത്തിനോട് ഒരിക്കലും നീതീകരിക്കാനാകാത്ത ഒരു അനീതിയാണ് ചെയ്തിരിക്കുന്നത്. അത് മാപ്പ് പറയാൻ തന്നെ തയ്യാറാകണമെന്ന് ഡിവൈഎഫ്ഐയും പൈസ തിരിച്ചെടുത്തവരെയും സമരം തുടരുമെന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. ഇതിലിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കേരള ബാങ്ക് ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും വായ്പ എഴുതിത്തള്ളുകയടക്കം ചെയ്യുന്ന നടപടികൾ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ഇത്തരത്തിൽ ഇടപെടുന്നതെന്നാണ് ഡിവൈഎഫ്ഐയുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അതായത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് യുവജന സംഘടനകൾ രണ്ട് യുവജന സംഘടനകൾ പറയുന്നത്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയം സജീവമാക്കാൻ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ ഡിവൈഎഫ്ഐയുടെയും ഇപ്പോഴത്തെ തീരുമാനം. അരുൺ, മാനേജറുമായി സംസാരിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാനേജറുമായി ആ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ മാനേജറുമായി സംസാരിക്കുകയാണ്. പറ്റുമെങ്കിൽ അത് നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം. എന്താണ് മാനേജർ പറയുന്നത് എന്ന് പ്രേക്ഷകർ കേൾക്കട്ടെ. അതിന് വരുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ അങ്ങ് കഴിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇവിടെ അതിപ്പം നിങ്ങളത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, നിങ്ങളത് അടിയന്തരമായിട്ട് ഇന്ന് തന്നെ അതിപ്പം അങ്ങോട്ട് മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാ ബ്രാഞ്ചിലേക്കും ഞങ്ങൾ ഇപ്പോൾ സമരം വ്യാപിപ്പിക്കും. ഞങ്ങൾ 10 മണി വരെ നോക്കും. അതിനുശേഷം ഞങ്ങൾ എല്ലാ ബ്രാഞ്ചിലേക്കും സമരം വ്യാപിക്കും. മുഖ്യമന്ത്രിയും കലക്ടർ ഉൾപ്പെടെ ഇടപെട്ടല്ലോ. നിങ്ങൾക്ക് തീരുമാനമില്ല. ഇന്നലെ എടുത്തെല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തിരിച്ചു കൊടുത്തിട്ടുണ്ട്.
എല്ലാ ആളുകളുടെ അക്കൗണ്ടിൽ കയറിയേക്കും. അതിന്റെ ഒരു ഡീറ്റെയിൽ ഞങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തിരിച്ചിട്ടാൻ ഡീറ്റെയിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ പിടിച്ച എത്രയാണ് അതിന്റെ ഡീറ്റെയിൽസ്? അല്ല, നിങ്ങൾ എഴുതി തന്നാൽ മതി. ഇന്ന ആളുകൾ അക്കൗണ്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഇന്ന ആളുകളെ പിടിച്ചത് അത് ഇന്നാണ് തിരിച്ചിട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ രേഖ മതി. ഞങ്ങൾക്ക് ബോധ്യപ്പെടണം. അല്ല, ഞങ്ങൾക്കത് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് തന്നാൽ മതി. ആ എഴുതി രേഖാമൂലം ഞങ്ങൾ അവരായിട്ട് ബന്ധപ്പെടും. നിങ്ങൾ തരുന്ന ലിസ്റ്റ് വെച്ച് ഞങ്ങൾ ആ കക്ഷികളായി ബന്ധപ്പെടും. ആ കയറിയിട്ടുണ്ടെങ്കിൽ സമരാവസ്ഥ. അതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണം. അത് നിർബന്ധമാണ്. കാരണം ഇതൊരു പാടാണ്. ഇത് മറ്റ് ബാങ്കുകൾക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ. അത് നിങ്ങൾ ആലോചിച്ചു. നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് മോശമാണെന്ന് തോന്നുന്നില്ല. എത്രയായിട്ടും ഞങ്ങളുടെ കാര്യം പറയാം. ഈ ഇങ്ങനെ നിലപാട് ചെയ്ത് നിങ്ങളെ ഉദ്യോഗസ്ഥർ സംസാരിക്കുന്ന പോലെ ഞങ്ങൾ അപമാനമായിട്ട് കാണുന്നു. ഞങ്ങളെല്ലാം എല്ലാ ഉദ്യോഗസ്ഥരും സംസാരിക്കും. നിങ്ങളിപ്പോ ന്യായീകരിക്കരുത്. കേരളീയ സമൂഹത്തിൽ എന്ന് പറയുന്നത് ഇതിന് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാത്തത്? മനുഷ്യ ജീവനേക്കാൾ വലുതാണോ നിങ്ങൾ ഈ പറയുന്ന നക്കാപ്പിച്ച കാശ്? ഇതിന് നല്ല വേറെ പണിക്ക് പോകുന്നു നിങ്ങൾ. അതെ, നിങ്ങൾ എന്താ പൈസ പിടിക്കുന്നത്? ആളുകളെ അക്കൗണ്ടിലേക്ക് 10,000 നിങ്ങൾ ചെയ്ത സഹായം എന്താന്ന് പറയും. ശരി, നിങ്ങൾ പോട്ടെ. അത് നിങ്ങൾ വേറെ അവിടെ എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വിഷയം ബന്ധപ്പെട്ട് ഒരു മിനിറ്റ് സാറേ, നിങ്ങൾ ഈ ഒരു മിനിറ്റ് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയില്ലേ മുൻകൂട്ടി ഈ ദുരിതാനുഭവിക്കുന്നത് അറിയില്ലേ? അതിനാവശ്യമായ കാര്യങ്ങൾ അവിടെ സ്വീകരിക്കേണ്ടത് നിങ്ങൾ സ്വീകരിച്ചോ? അതായത് ഇത് ഞാൻ പറയുന്നത് കേൾക്കണം. അത് പറയും. നിങ്ങൾ പറയുന്ന പാർട്ടി തന്നെ എഴുതി ഒപ്പിട്ട് തരുന്ന അനുസരിച്ചാണ് അവരുടെ ഇതിലേക്ക് എപ്പോ ഒപ്പിട്ടു ലോൺ എടുത്ത സമയത്ത് പലരും ഒപ്പിട്ടോ. എല്ലാ ബാങ്കിലും ഒപ്പിട്ടോ. അത് സാധാ വർക്കില്ലേ? നിങ്ങളെന്ത് വർത്താനം പറയുന്നത്? അതെ, എന്ത് പറയുന്നു നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ്. ഈ ഒപ്പിടുന്നതൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് എല്ലാ ബാങ്കിലും നടക്കുന്ന ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ചെയ്യൂലേ? കേരള ബാങ്കിൽ ഒന്നും ഉണ്ടാ തള്ളിയത് നിങ്ങൾക്കറിയില്ല എത്ര ദിവസമായി ദുരിതം നടന്നിട്ട്? 21ാമത്തെ ദിവസമല്ലേ? എന്ത് കേൾക്കാൻ? നിങ്ങൾ പറയുന്ന പഴയ കാര്യമല്ലേ? ഇന്നലെയാണോ നിങ്ങൾക്ക് മനസ്സിലായ ദുരിതം നടന്നത്? ഇന്നലെയാണോ മനസ്സിലായത്? EMI ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ള കാര്യം, പൈസ കയറിയ വരും നിങ്ങൾക്ക് അറിയോ ഇല്ലയോ? സാങ്കേതികമായിട്ട് അറിയാലോ. അത് നിങ്ങൾക്ക് അതിന്റെ ടെക്നിക്കലായുള്ള കാര്യം നീക്കാൻ പറ്റൂലേ? അതല്ലേ ഒരു മനുഷ്യത്വം എന്ന് പറയുന്നത്? അതല്ലേ ചെയ്യേണ്ടത്? നിങ്ങളാണ് ഫസ്റ്റ് കേരളത്തിലെ മറ്റു ബാങ്കുകൾക്ക് ഉൾപ്പെടെ ധൈര്യം കൊടുക്കുന്ന രൂപത്തിലേക്ക്